കളിക്കാരൻ മറ്റൊരു ക്ലബിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ ഫുട്ബോൾ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ഒരു ഒപ്പുകൊണ്ട് മാറുന്നത് ചിത്രങ്ങൾ മാത്രമല്ല, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പ് കൂടിയാണ്. എന്നാൽ ഫുട്ബോൾ ചരിത്രത്തിൽ ചില ട്രാൻസ്ഫറുകൾ ഉണ്ട്. അവ നടക്കാൻ വെറും 1% മാത്രം ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. കരാറുകൾ ഒപ്പിടാൻ താരങ്ങൾ പേന വരെ കയ്യിലെടുത്തതാണ്. എന്നാൽ അവസാന നിമിഷം വിധി മറ്റൊന്നായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ആഴ്സണൽ ജേഴ്സിയിൽ കളിച്ചിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാകും? അല്ലെങ്കിൽ റൊണാൾഡീനോ ബാഴ്സലോണയ്ക്ക് പകരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയിരുന്നെങ്കിലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുട്ബോൾ ലോകത്തെ മാറ്റിമറിക്കുമായിരുന്നു. എന്നാൽ അവസാന നിമിഷം നടക്കാതെ പോയ 3 വമ്പൻ ട്രാൻസ്ഫർ കഥകളാണ്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ആദ്യത്തെ കഥ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ്. അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥയാണ്. 2003 പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ലിസ്ബണിൽ കളിക്കുന്ന ഒരു 18 വയസ്സുകാരൻ പയ്യൻ. അവന്റെ വേഗതയും ട്രിബ്ലിങ്ങും കണ്ട് അന്നത്തെ ആഴ്സണൽ കോച്ചായ ആഴ്സൻ വെംഗർ അവനെ ക്ലബിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചു. കഥ അവിടെ തീർന്നില്ല. റൊണാൾഡോ ലണ്ടനിലെ ആഴ്സണൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തുകയും ആഴ്സൻ വെംഗറെ നേരിട്ട് കാണുകയും ചെയ്തു. റൊണാൾഡോക്ക് നൽകാനായി 9-ാം നമ്പർ ആഴ്സണൽ ജേഴ്സി വരെ വെംഗർ റെഡിയാക്കി വെച്ചിരുന്നു. എന്നാൽ അപ്പോഴാണ് വില്ലനായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ കോച്ച് സർ അലക്സാണ്ടർ ഫെർഗൂസൻ വരുന്നത്. ഒരു സൗഹൃദ മത്സരത്തിൽ റൊണാൾഡോയുടെ കളി കണ്ട് ഫെർഗൂസൻ ഞെട്ടി. ആഴ്സണൽ ട്രാൻസ്ഫർ തുക ചർച്ച ചെയ്ത് വൈകിക്കുന്നതിനിടയിൽ ഫെർഗൂസൻ ഒറ്റ രാത്രി കൊണ്ട് ഡീൽ ഉറപ്പിച്ചു. റൊണാൾഡോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിച്ചു. പിന്നീട് നടന്നത് ചരിത്രം. ആഴ്സണൽ ജേഴ്സിയിൽ റൊണാൾഡോ കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആഴ്സണലിന്റെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്ന് ആഴ്സൻ വെംഗർ പിന്നീട് സങ്കടത്തോടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ കഥ ഫുട്ബോളിലെ മാന്ത്രികൻ റൊണാൾഡീനോയുടേതാണ്. 2003 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ സൂപ്പർ താരം ഡേവിഡ് ബെക്കാമിനെ റയൽ മാഡ്രിഡിന് വിറ്റ സമയം. ബെക്കാമിന് പകരക്കാരനായി സർ അലക്സാണ്ടർ ഫെർഗൂസൻ കണ്ടുവച്ചത് PSG-യിൽ തിളങ്ങി നിൽക്കുന്ന ബ്രസീലിയൻ താരം റൊണാൾഡീനോയെ ആയിരുന്നു. ട്രാൻസ്ഫർ ചർച്ചകളെല്ലാം പൂർത്തിയായി. റൊണാൾഡീനോ യുണൈറ്റഡിൽ ഒപ്പിടാൻ 48 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് സ്പെയിനിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നത്. അത് ബാഴ്സലോണയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോവാൻ ലാപോർട്ടയുടെ കോൾ ആയിരുന്നു. താൻ പ്രസിഡന്റായാൽ റൊണാൾഡീനോയെ ബാഴ്സലോണയിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം ആരാധകരോട് വാക്ക് നൽകിയിരുന്നു. മഴ പെയ്യുന്ന മാഞ്ചസ്റ്ററിനേക്കാൾ സൂര്യപ്രകാശമുള്ള ബാഴ്സലോണയാണ് തനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് റൊണാൾഡീനോ അവസാന നിമിഷം യുണൈറ്റഡിന്റെ ഓഫർ വേണ്ടെന്ന് വെച്ചു. തൊട്ടടുത്ത ദിവസം അദ്ദേഹം ബാഴ്സലോണയിൽ ഒപ്പിട്ടു. റൊണാൾഡീനോ ബാഴ്സലോണയിൽ എത്തിയതുകൊണ്ടാണ് പിന്നീട് ലയണൽ മെസ്സി എന്ന താരം അവിടെ വളർന്നത്. റൊണാൾഡീനോ യുണൈറ്റഡിലേക്ക് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ മെസ്സിയുടെ കരിയർ പോലും മറ്റൊരിടത്തായിരിക്കുമായിരുന്നു. നമ്മുടെ മൂന്നാമത്തെ കഥ കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ഒപ്പം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് എന്ന കളിക്കാരന്റെ അഹങ്കാരത്തെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തെ നിങ്ങൾ മാനിക്കുകയും ചെയ്യും. 2000 മാൻഡിൽ സ്വീഡിഷ് ക്ലബായ മാൽമോയിൽ കളിക്കുന്ന ഒരു 19 വയസ്സുകാരൻ പയ്യനായിരുന്നു സ്ലാറ്റൻ. അവന്റെ കളി കണ്ട് ഇഷ്ടപ്പെട്ട ആഴ്സണൽ കോച്ച് ആഴ്സൻ വെംഗർ അവനെ ലണ്ടനിലേക്ക് ക്ഷണിച്ചു. സ്ലാറ്റൻ ലണ്ടനിൽ എത്തുകയും 9-ാം നമ്പർ ആഴ്സണൽ ജേഴ്സി ധരിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തു. എല്ലാം ശുഭമായി മുന്നോട്ട് പോകുമ്പോഴാണ് വെംഗർ ഒരു കാര്യം പറഞ്ഞത്. സ്ലാറ്റൻ, ഞങ്ങൾക്ക് നിന്റെ കളി നേരിട്ട് ഒന്നുകൂടി കാണണം. നീ ഒരു ട്രയൽസിൽ പങ്കെടുക്കണം. കേട്ട പാതി കേൾക്കാത്ത പാതി സ്ലാറ്റൻ ആ ജേഴ്സി ഊരി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് വെംഗറോട് പറഞ്ഞു, സ്ലാറ്റൻ ഒരിക്കലും ട്രയൽസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിശ്വസിച്ച് ടീമിലെടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു. 19 വയസ്സുള്ള ഒരു പയ്യൻ ആഴ്സണൽ പോലെ ഒരു വലിയ ക്ലബിന്റെ ഓഫർ ഒറ്റയടിക്ക് നിരസിച്ചു. പിന്നീട് സ്ലാറ്റൻ അയാക്സ്, യുവന്റസ്,
ബാഴ്സലോണ, PSG തുടങ്ങിയ ക്ലബ്ബുകളിൽ പോയി ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായി മാറി. ഫുട്ബോൾ ചരിത്രത്തിലെ ഈ 3 വലിയ ട്രാൻസ്ഫറുകൾ നടന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഫുട്ബോൾ ലോകം ആകെ മാറി മറിഞ്ഞേനെ. ഇതിൽ ഏത് ട്രാൻസ്ഫർ നടക്കാതെ പോയതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമായി തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫുട്ബോൾ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.